അങ്ങനെ അമ്മ വഴിയാധാരമായിരിക്കുന്നു. അമ്മ എന്ന സംഘടന പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. മോഹൻലാൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നപ്പോൾ, പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമ്മ എന്ന സംഘടന ഇത്ര നന്നായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വനിതകൾക്ക് ഭരിക്കാനായി ഒരിടം കൊടുത്തപ്പോൾ അത് അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അമ്മ സംഘടനയിൽ കത്തിയെരിയുന്ന വിവാദങ്ങളിൽ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സംഘടനാ പ്രസിഡന്റ് ശ്വേത മേനോൻ. ഇപ്പോഴിതാ ജനറൽ ബോഡി മീറ്റിംഗിൽ നടന്ന ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരവധി താരങ്ങളുടെ രാജിക്ക് കാരണമായ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ പരസ്പരം തമ്മിലടിയും അസഭ്യ വർഷവുമാണ് നടന്നതെന്ന് ശ്വേത മേനോൻ രമേശ് പിഷാരടിയുമായി നടത്തിയ ഫോൺ കോളിലൂടെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അമ്മ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആരായിരിക്കും എന്നൊരു ചോദ്യമാണ് വരുന്നത്. ധ്യാനിനെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. യുവാക്കൾ വരട്ടെ, യുവ താരങ്ങൾ മുന്നിലേക്ക് വരട്ടെ, അവർ നയിക്കട്ടെ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. അമ്മ നയിക്കാൻ പിഷാരടി മുന്നോട്ട് വന്നെങ്കിലും ശ്വേതയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ, ലീക്കായതോടെ അമ്മയിൽ നിന്നും രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് അത് മാറിയത്. അമ്മ അസോസിയേഷനിലെ പ്രശ്നങ്ങൾക്ക് വിരാമമാകുന്നു. പ്രസിഡന്റ് ആവാൻ പുതിയ വനിതാ ഭാരവാഹികളുടെ ടീം എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ശരിക്കും പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. കാരണം സ്ത്രീകൾക്ക് തന്നെ ഭരിക്കാൻ ഒരു ഇടം കൊടുത്തു, അവരായിട്ട് തന്നെ ആ ഇടം ഇല്ലാതാക്കി. എന്നാൽ ഇപ്പോൾ വീണ്ടും പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന നായകന്മാർക്ക്, മുതിർന്ന താരങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കാതെ പുരുഷന്മാർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് പിന്നെയും അവസരം കൊടുക്കാതെ പിന്നെയും വനിതാ ടീം തന്നെ മുന്നോട്ട് വരികയാണെന്നാണ് അറിയുന്നത്. സ്ത്രീകൾക്ക് ശബ്ദമുയർത്താൻ സാധിക്കാത്ത ഒരു സംഘടനയായി അമ്മ മാറിയെന്നും തന്നെ പിന്തുണച്ച മല്ലിക സുകുമാരന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയെന്നും ശ്വേതാ മേനോൻ പറയുന്നു. ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നോട് ബാബുരാജ്, ഇടവേള ബാബു, സിദ്ദിഖ്, സുരേഷ് കൃഷ്ണ, സാദിഖ്, അപ്പ ഹാജ, മജീദ്, മാല പാർവതി, മായ വിശ്വനാഥ് തുടങ്ങിയവർ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചു എന്നും നടി പറയുന്നുണ്ട്. ഇതിനെല്ലാം തക്കതായ തെളിവും ഓഡിയോയും തന്റെ കയ്യിൽ ഉണ്ടെന്നും നടി പറഞ്ഞിരുന്നു. ഇത്രയും ദിവസം താൻ മൗനം പാലിച്ചത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയാണെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കിയിരുന്നു. മീറ്റിംഗിനിടെ കൊല്ലം തുളസിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയെന്നും അനൂപ് ചന്ദ്രൻ അടിക്കാൻ തുനിഞ്ഞുവെന്നും ശ്വേത പറയുന്നുണ്ട്. മൗനം പാലിച്ചാൽ വിവാദങ്ങൾ കെട്ടടങ്ങുമെന്ന് കരുതിയെന്നും, എന്നാൽ തന്റെ സൽപ്പേരും വിദ്യാഭ്യാസവും വിശ്വാസ്യതയും തകർക്കുക ലക്ഷ്യമിട്ട് തുടർച്ചയായി ശ്രമം നടക്കുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി താൻ പടിയിറങ്ങില്ല എന്നും കഴിഞ്ഞ ദിവസം ശ്വേത മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ വാർത്ത എത്തുന്നത്. താരസംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് മുൻ ഭാരവാഹിയും നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജുവും എത്തിയിരുന്നു. സംഘടനയിൽ ആദ്യം അംഗത്വം സ്വീകരിച്ചവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ കാണുമ്പോൾ സങ്കടമുണ്ടെന്നും ന്യൂജൻ കാലമായതുകൊണ്ട് ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ അഭിനേതാക്കൾക്കായി ഒരു സംഘടന തുടങ്ങണമെന്ന് എന്നോടും ഗണേഷ് കുമാറിനോടും ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപിയാണ്. സംഘടനയ്ക്കുള്ള ആദ്യത്തെ ഫണ്ടായി 50,000 രൂപ തന്നതും സുരേഷ് ഗോപിയാണ്. ഞാനും 10,000 രൂപ ഇട്ടു, ഗണേഷും ഇട്ടു. ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ണൂർ വരെയുള്ള എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കും പോയി അഭിനേതാക്കളോട് സംഘടനയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് 1994 തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. 85 താരങ്ങളാണ് അന്ന് പങ്കെടുത്തത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. മുരളിയാണ് അമ്മ എന്ന പേരിട്ടത്. പേരിട്ടതിനു ശേഷവും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അന്നും ഒരുപാട് താരങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 100-ൽ കൂടുതൽ പേർ വന്നു. തൈക്കാടായിരുന്നു ആദ്യം അമ്മയുടെ ഓഫീസ്. അംഗത്വ നമ്പറിൽ ആദ്യം സുരേഷ് ഗോപിയാണ്.